അവിടെ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇവിടെ ഹിന്ദുക്കളാണോ അവരുടെ ടാർഗറ്റ്? പാശ്ചാത്യ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രം തന്നെയാണോ ഇന്നവർ ഭാരതത്തിലും പറ്റിക്കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ ലിബറൽ കമ്മ്യൂണിസ്റ്റ് ജിഹാദ് ശക്തികൾ കളം പിടിക്കുന്നോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാം. ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, ആട്ടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ TG മോഹൻദാസിന് എതിരെ നടക്കുന്ന ചില കോലാഹലങ്ങളെക്കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു പത്രിക ചാനലിന് വേണ്ടി. നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടു കാണും എന്ന് കരുതുന്നു. കാണാത്തവർ യൂട്യൂബിലെ പത്രിക ചാനലിൽ പോയി തീർച്ചയായും ആ വീഡിയോ കാണണം. അദ്ദേഹം സംസാരിച്ചത് ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചാണ്. അദ്ദേഹം സംസാരിച്ചത് വിദ്യാർത്ഥി സമരം എന്ന പേരിൽ നടന്ന സമര ആഭാസത്തെക്കുറിച്ചാണ്. ശ്രീ TG മോഹൻദാസിനെതിരെ കൊലവിളി നടത്തുന്നവർ കുറഞ്ഞ പക്ഷം ആ വീഡിയോ ഒന്ന് കാണണമായിരുന്നു. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കിയെടുത്ത് ആട്ടിനെ പട്ടിയാക്കുക എന്ന ഈ പ്രക്രിയയുടെ പിന്നിലെ മനഃശാസ്ത്രം നമുക്ക് നോക്കാം. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഒരു കാരണവുമില്ലാതെ ഒരാളിൽ കുറ്റബോധം തോന്നിപ്പിക്കൽ, അല്ലെങ്കിൽ ഒരാളിൽ കുറ്റബോധം ഉണ്ടാക്കി അയാളെ സമ്മർദ്ദത്തിലാക്കൽ. 1970 ഒരു അമേരിക്കൻ നോവലിസ്റ്റായ ജൂഡിത്ത് റോസ്റ്റർ ആണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഒരാൾ ഒരു കാര്യം പറയുന്നതിനെ വക്രീകരിച്ച്, അല്ലെങ്കിൽ അത് പറയാനുണ്ടായ സാഹചര്യം കണക്കിലെടുക്കാതെ തെറ്റായി വ്യാഖ്യാനിച്ച് അയാളെ പ്രതിരോധത്തിൽ ആക്കുന്നതിനാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് സായിപ്പ് പറയുന്നത്. ഇവിടെ TG പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ബലാത്സംഗവും വെടിവയ്പും ഒന്നും എനിക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന TG വിവാദം ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന സായിപ്പ് കണ്ടുപിടിച്ച ആട്ടിനെ പട്ടിയാക്കുക എന്ന പദ്ധതിക്ക് ഒരു നല്ല ഉദാഹരണമാണ്. സത്യത്തിൽ നമ്മൾ സാധാരണക്കാർ ഇന്ന് വ്യാപകമായി ഇതിൻ്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇതിൻ്റെ പ്രമുഖ പ്രയോക്താക്കൾ നമ്മുടെ മലയാളം ചാനലുകളാണ്. UP-യിലോ വടക്കേ ഇന്ത്യയിലോ നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വളച്ചൊടിച്ച് ഇന്ത്യ ഭരിക്കുന്ന BJPയും മോദിയും മഹാ അപരാധം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന നമ്മുടെ മാപ്രകളെയാണ് നമുക്ക് ആദ്യം പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്ന പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആയിരിക്കണമെന്നില്ല, അഥവാ മറ്റേതെങ്കിലും സംഭവത്തെ വളച്ചൊടിച്ചതുമാകാം. ഇത് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇതിൻ്റെ ഇരകളായി മാറുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ. അവർക്ക് മതപഠനമില്ല, ഭാരതത്തിൻ്റെ സംസ്കാരം തിരിച്ചറിയാനുള്ള സ്റ്റഡി ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നില്ല. മറിച്ച് മുസ്ലിങ്ങൾ അവരുടെ മദ്രസകൾ വഴിയും ക്രിസ്ത്യാനികൾ സൺഡേ സ്കൂൾ വഴിയും അവരുടെ കുട്ടികളെ അവരുടെ മതവും സംസ്കാരവും പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു അസമത്വ സൊസൈറ്റിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിന് വളം വെച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ ജിഹാദി, കമ്മ്യൂണിസ്റ്റ്, വോക്ക്, ലിബറൽസ് പ്രസ്ഥാനങ്ങളും. ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണ്. അതിൻ്റെ കാരണം വ്യക്തമല്ലേ? വൈകുന്നേരം TV സീരിയൽ ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഹിന്ദു കുടുംബം, ആ കുടുംബത്തിൽ ഭീകരമായ പ്രശ്നങ്ങൾ, ദാമ്പത്യത്തിൻ്റെ തകർച്ച, സഹോദരങ്ങൾ പരസ്പരം പാരവയ്ക്കുന്നു, ഭാര്യയ്ക്കും ഭർത്താവിനും അവിഹിത ബന്ധങ്ങൾ, അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇത് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് എന്ന ബോധം പോലും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇല്ലാതെ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം MDMA വിറ്റതിന് അറസ്റ്റിലായ 3 അധ്യാപികമാരും വിവാഹമോചിതരും ഹിന്ദുക്കളും CPM പ്രവർത്തകരുമായിരുന്നു. ഇതിൽ കൂടുതൽ വലിയ ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഗിൽറ്റ് ട്രിപ്പിങ്ങിന് മറ്റൊരു ഉദാഹരണമാണ് ഹിന്ദു ദൈവങ്ങളെ കുറ്റം പറയുക എന്നത്. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അയാൾ ഒരു ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗണപതി മിത്താണെന്നും ഞമ്മൻ്റെത് മുത്താണെന്നും. മതപരിവർത്തന ലോബി എന്നും പാവപ്പെട്ട മനുഷ്യരെ കൺഫ്യൂഷനിലാക്കുന്നത് ഇങ്ങനെ മതത്തിൻ്റെ പോരായ്മ എന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഗിൽറ്റ് ട്രിപ്പിംഗ് ചെയ്തിട്ടാണ് മതപരിവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കുട്ടികളെ നോക്കൂ. അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, കല്യാണം കഴിച്ചാൽ തന്നെ കുട്ടികൾ ഉണ്ടാകാൻ താല്പര്യമില്ല. ചില ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെയും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെയും ഇഷ്ടമല്ല. പാശ്ചാത്യ രാജ്യങ്ങളായ യൂറോപ്പിലും അമേരിക്കയിലും ഇത്തരം ജിഹാദി, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളുടെ ഫലമായിട്ടാണ് കുടുംബങ്ങളുടെ തകർച്ചയുണ്ടായത്. ഇന്ന് അതവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ മാർക്കോ റൂബിയോ പറഞ്ഞത് അമേരിക്കയിലും കമ്മ്യൂണിസ്റ്റ് ജിഹാദി വിഘടന ആശയങ്ങൾ പിടിമുറുക്കുന്നുവെന്ന്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രം തന്നെയാണ് ഇന്നവർ ഈ ഭാരതത്തിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇവിടെ ഹിന്ദുക്കളാണ് ടാർഗറ്റ് എന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ 20 കൊല്ലം ഡൽഹിയിൽ കഴിഞ്ഞ എനിക്ക്
ഈ കോക്രോച്ച് പാർട്ടി സമരത്തിൽ പങ്കെടുത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിച്ച ഹിന്ദിയിലുള്ള അശ്ലീല ഭാഷ മനസ്സിലായില്ല. ഡൽഹിയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് അവർ പറഞ്ഞ ഈ ഹിന്ദിയിലെ തെറികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. നമ്മുടെ കുട്ടികൾ സാംസ്കാരികമായി എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ കാണിക്കുന്നത്. ശ്രീ R.B. വൈദ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. പണ്ട് ബാസ്റ്റാർഡ് അഥവാ തന്തയ്ക്ക് പിറക്കാത്തവൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആക്ഷേപമായിരുന്നു. എന്ന് മാത്രമല്ല, രണ്ടുപേർ തമ്മിലുള്ള അടിക്കും വഴക്കിനും വരെ അത് കാരണമാകുമായിരുന്നു. ഇന്ന് അവസ്ഥ തിരിച്ചാണ്. കാരണം പല കുട്ടികൾക്കും ഉള്ളത് സിംഗിൾ പേരൻ്റാണ്, അതായത് അച്ഛനോ അമ്മയോ മാത്രം. അതുകൊണ്ട് തന്നെ ബാസ്റ്റാർഡ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് ശ്രീ വൈദ്യ പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ബാസ്റ്റാർഡുകളുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അതുപോലെ മറ്റൊരു വാക്കാണ് പോസ്റ്ററിംഗ്. മലയാളത്തിൽ പറഞ്ഞാൽ നാട്യം കാണിക്കൽ. ഇത് ഭാരതത്തിൽ തുടങ്ങിയത് സ്വാതന്ത്ര്യാനന്തരം നെഹ്റുവാണ്. ഭാരതത്തിൻ്റെ ചരിത്രം മൊത്തം കൃത്രിമവൽക്കരിച്ചു. ഭാരതത്തിൽ അധിനിവേശത്തിന് വന്ന എല്ലാ ശക്തികളും ദ ഗ്രേറ്റായി, അതായത് മഹാനായ ചക്രവർത്തിമാർ. അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച പൃഥ്വിരാജ് ചൗഹാനും ശിവാജി മഹാരാജും ഒക്കെ രാജ്യദ്രോഹികളും. ഇതിന് കുടപിടിച്ചു കൊടുത്തത് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളും ജിഹാദികളും. ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുന്നത് നമ്മുടെ കുടുംബ വ്യവസ്ഥയിലാണ്. അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, മറ്റു ബന്ധുക്കൾ, കുട്ടികൾ എന്നുവേണ്ട നമ്മുടെ ചുറ്റുമുള്ള അയൽക്കാർ വരെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കുറേ നാളായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു വിഷ്വൽ മീഡിയകളിലൂടെ കൂടെയും നടക്കുന്നത്. ശ്രീ T.G. മോഹൻദാസ് ഇതൊക്കെ പരസ്യമായി വിളിച്ചു പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് പിശാചുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിയന്ത്രണമില്ലാതെ നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രണാധീനം ആക്കാം എന്നതാണ്. പോലീസിൻ്റെ SOP, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം അതിനകത്ത് വിശദീകരിക്കുന്നത്. അതിന് പല സ്റ്റേജുകളുണ്ട്. ആദ്യം വാർണിംഗ്, പിന്നെ ആകാശത്തേക്കുള്ള വെടിവെക്കൽ. അത് രണ്ടും നടന്നില്ലെങ്കിൽ മാത്രമാണ് അക്രമാസക്തമായി നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് സാധാരണയായി വെടിവെക്കാറുള്ളത്. ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ അവിടുത്തെ സർക്കാരുകളെ മറിച്ചിടാൻ നടത്തിയ ഒരു ഡീപ് സ്റ്റേറ്റ് കളി ഇവിടെയും ആവർത്തിക്കാം എന്ന ഉദ്ദേശത്തോടെ നടന്ന ഒരു കലാപരിപാടിയാണ് ഈ കോക്രോച്ച് പാർട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു വലിയ വിപത്ത് ഒഴിവാക്കി കിട്ടി. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പൈസയും വാങ്ങി, ഇവിടുത്തെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ജിഹാദി കൂട്ടങ്ങളുടെ സപ്പോർട്ടും വാങ്ങി ഭാരതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യമായി കാണും. വിദ്യാർത്ഥികളെ പോലീസുകാർ ഇതിനു മുമ്പ് വെടിവെച്ചിട്ടില്ലേ? ഈ കൊച്ചു കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ലേ? ധാരാളം സംഭവങ്ങളുണ്ട് പറയാൻ. 1958 ജൂലൈ മാസത്തിലല്ലേ സ്വതന്ത്ര കേരളത്തിലെ പോലീസ് വെടിവെപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്? EMS നേതൃത്വം കൊടുത്ത തൊഴിലാളി സർക്കാരല്ലേ അന്ന് കൊല്ലത്ത് ചന്ദനത്തോപ്പിൽ 2 തൊഴിലാളികളെ വെടിവെച്ചു വന്നത്? ഇനി നമുക്ക് വിദ്യാർത്ഥികളായിരുന്നു നോക്കാം. 1959 ജൂൺ മാസം വിദ്യാർത്ഥികളും ഒരു ഗർഭിണിയും അടക്കം 7 പേരെ അല്ലേ വെടിവെച്ചു വന്നത്? വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നടന്ന വെടിവെപ്പ് നമുക്ക് മറക്കാനാകുമോ? അതോടുകൂടി EMSന്റെ ഭരണം തന്നെ നഷ്ടപ്പെട്ടില്ലേ? 1994 നവംബർ മാസത്തിൽ കൂത്തുപറമ്പിൽ നടന്ന വെടിവെപ്പ് നമുക്ക് ഓർമ്മയില്ലേ? പഴയ ശാസ്ത്രീയ കോളേജ് സമരം. 5 പേരല്ലേ അന്ന് കൊല്ലപ്പെട്ടത്? അന്ന് പുഷ്പന് വെടിയേറ്റത് നമുക്ക് ഓർമ്മയില്ലേ? ആ പേരും പറഞ്ഞ് പുഷ്പനെ അറിയാമോ എന്ന് പാട്ടും പാടി നമ്മൾ കുറേ നാൾ നടന്നതല്ലേ? അന്ന് കൂത്തുപറമ്പ് MLA ആയിരുന്ന ശ്രീ പിണറായി വിജയൻ ആയിരുന്നില്ലേ ആ സമരത്തിൻ്റെ പിന്നിൽ? കൂത്തുപറമ്പിൽ ആ സമരം നടക്കുമ്പോൾ അല്ലേ ശ്രീ പിണറായി വിജയൻ തൻ്റെ മകളുടെ കൈയും പിടിച്ചുകൊണ്ട് കോയമ്പത്തൂരിലെ ഒരു സ്വാശ്രയ കോളേജിൻ്റെ തിണ്ണയിൽ ഒരു അഡ്മിഷന് വേണ്ടി കാത്തുനിന്നത്? ഇതൊക്കെ നമുക്ക് പ്രബുദ്ധരായ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഭരണകാലത്തല്ലേ അത് സംഭവിച്ചത്? 1976 മാർച്ച് മാസത്തിലല്ലേ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയത്? ആ രാജൻ എന്തു പറ്റി? അന്ന് കോൺഗ്രസ് മന്ത്രിസഭ ആയിരുന്നെന്നും ആഭ്യന്തരമന്ത്രി ശ്രീ K. കരുണാകരൻ ആയിരുന്നു എന്നതും നമുക്ക് മറക്കാൻ പറ്റുമോ? 2019 ഒക്ടോബർ മാസത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ മാവോവാദികൾ എന്ന് പറഞ്ഞ് 4 ചെറുപ്പക്കാരെ അട്ടപ്പാടിയിൽ വെടിവെച്ചു പോകുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവിടെ ആരെയാണ് മാറ്റി നിർത്തേണ്ടത് എന്നാണ്. കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസ്സുകാരെയാണോ അതേ കമ്മ്യൂണിസ്റ്റുകാരെയാണോ?
ഈ ചരിത്ര സത്യങ്ങൾ വളരെ കൃത്യതയോടെ ഇന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അത് ടി.ജി. മോഹൻദാസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 71ാമത്തെ വയസ്സിൽ ഇത്തരം കൃത്യതയോടെ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്ന മറ്റാരാണ് ഇവിടെ ഉള്ളത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഡിബേറ്റുകളിൽ വരുന്ന കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ടി.ജി. മോഹൻദാസ് പറഞ്ഞു വയ്ക്കുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ടി.ജി. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ചരിത്രബോധം വേണം. ആ മനുഷ്യനെയാണ് നിങ്ങൾ ക്രൂശിലേറ്റി നിർത്തിയിരിക്കുന്നത്. മരുന്ന് വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തെ കവലയിൽ വെച്ച് കൈകാര്യം ചെയ്യുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ തീട്ടൂരം. എന്തായാലും മലയാളിയുടെ പ്രബുദ്ധത കുറച്ച് കൂടിപ്പോയി. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയം നോക്കാം, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം. എന്താ ടി.ജി. മോഹൻദാസിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? കോളേജ് അധ്യാപികയാണെങ്കിലും കവിതക്കള്ളി എന്ന് കുപ്രസിദ്ധി നേടിയ ഒരു സ്ത്രീ BJPക്ക് വോട്ട് ചെയ്ത 33% പേരെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ അമ്മയെ പറയാമോ? നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പറയുന്നത് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ്? ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് ന്യൂനതയാണ് ശ്രീ ടി.ജി. മോഹൻദാസിനുള്ളത്? 1977 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയ ഇദ്ദേഹം മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലും കേരളത്തിൽ കെട്രോളിനും ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളും അദ്ദേഹം ജോലി ചെയ്ത് പ്രാവീണ്യം തെളിയിച്ച വ്യക്തിയാണ്. റിട്ടയർമെന്റിന് ശേഷം എൻട്രൻസ് പരീക്ഷ എഴുതി എറണാകുളം മഹാരാജാസ് കോളേജിൽ LLBക്ക് അഡ്മിഷൻ വാങ്ങിയെടുത്ത മനുഷ്യനാണ്. LLB ബിരുദം നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളെയാണ് ഇന്ത്യ സഖ്യക്കാരായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒത്തുചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന സുഗതന്റെ കാര്യം ഓർമ്മയില്ലേ? സമാധാനമായി കുടുംബമൊത്ത് കഴിയുന്ന ഒരാളെ വീട്ടിൽ കയറി വെടിവെച്ച് പിടിക്കാൻ പാതിരാത്രി തോക്കും കൊടുത്ത് പോലീസിനെ പറഞ്ഞുവിട്ട കോൺഗ്രസ്സുകാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതും CPMന്റെ കാലത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കാപ്പ കേസിന്റെ പേരിലും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഈ നാട്ടിലെ ദേശീയത മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും, എല്ലായ്പ്പോഴും. നന്ദി, നമസ്കാരം.